ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ നിർണായക അറബ് ഉച്ചകോടിക്ക് നാളെ ദോഹയിൽ തുടക്കമാകും. ഇസ്രായേലിനുള്ള മറുപടി ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുക്കും. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ജിഷ്ണു, ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം കടുത്ത ഭാഷയിലാണ് അതിനോട് അറബ് രാജ്യങ്ങൾ ആകെ പ്രതികരിച്ചത്. അറബ് നേതാക്കൾ, UAE അടക്കമുള്ള നേതാക്കൾ ഖത്തറിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 60ഓളം രാജ്യങ്ങളുടെ ഉച്ചകോടി ചേരുന്നത്. നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനുശേഷം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഇനി എന്ത് ചെയ്യും, അവരുടെ നീക്കം എന്താകുമെന്നതിൽ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായും ഗൂഗിൾ ഖത്തറിൽ നടക്കാനിരിക്കുന്ന നാളെയും മറ്റന്നാളുമായി നടക്കാനിരിക്കുന്ന ഉച്ചകോടി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ഐക്യമുണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ള ഒരു ഉച്ചകോടിയാണ് ഇത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അമേരിക്കയുമായി ഏറെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ. ഖത്തർ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അമേരിക്ക. മാത്രമല്ല, ഖത്തർ എണ്ണ വ്യാപാരത്തിനപ്പുറത്തേക്ക് ഇനി അടുത്ത ഭാവിയിൽ ഖത്തർ കാണുന്ന വ്യവസായം എന്ന് പറയുന്നത് ടൂറിസമാണ്. വലിയ തോതിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്നതുകൊണ്ട് തന്നെ അമേരിക്കയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരമാണ് നാളെയും മറ്റന്നാളും നടക്കുന്ന ഉച്ചകോടിയിൽ നമ്മൾ കാണേണ്ടത്. $1.2 ട്രില്യൺ ഈ അടുത്ത് ഖത്തർ അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ട്രംപിനൊരു പ്രൈവറ്റ് ജെറ്റ് തന്നെ സമ്മാനം നൽകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല, UAE, ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡ്സ് പ്രകാരം, അബ്രഹാം ഉടമ്പടി പ്രകാരം അമേരിക്കയുമായി വളരെ അടുത്ത് നിൽക്കുകയും ഒരു ഉടമ്പടിയിൽ, ഒരു വ്യാവസായിക ഉടമ്പടിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഈ അബ്രഹാം അക്കോർഡ്സ് ബ്രേക്ക് ചെയ്യുമോ, അതിനെ ഗണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ ഈ രാജ്യങ്ങൾ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിരുന്ന ഈ അറബ് രാജ്യങ്ങൾ ഇനി എവിടെ കേന്ദ്രീകരിക്കപ്പെടുമെന്ന ചോദ്യമുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് അവരിനി ഏത് അച്ചുതണ്ടിലേക്കാണ് നീങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് അലാസ്കയിലെ ഉച്ചകോടിക്ക് ശേഷം ഉണ്ടായ ഒരുപാട് രാഷ്ട്രീയ പരിണാമങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ചൈനയും റഷ്യയും ചേർന്ന് ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ ഉച്ചകോടി കഴിയുമ്പോഴത്തേക്കും അറബ് രാജ്യങ്ങൾ അമേരിക്ക കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് റഷ്യ, ചൈന അച്ചുതണ്ടിലേക്ക് അടുക്കുമോ എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇറാൻ, ഇറാഖ്, ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഖത്തർ തിരിച്ചടിക്കുമോ എന്ന ചോദ്യമാണ് എല്ലാവരിലും ഉണ്ടാവുക. എന്നാൽ ഖത്തർ അമേരിക്കയെ പിണക്കി തിരിച്ചടിക്കുമോ എന്ന സംശയം വളരെ കാര്യമായ സംശയമാണ്. അത് സാധ്യതയില്ല എന്നൊരു പക്ഷേ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുതിയൊരു അച്ചുതണ്ടിലേക്ക് ഖത്തർ മാറുകയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് വിലയിരുത്താൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പുതിയ ഒരു വലയത്തിലേക്ക്, പുതിയ അച്ചുതണ്ടിലേക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അടുക്കുകയാണോ, പുതിയ തീരുമാനങ്ങളിലേക്ക്, കടുത്ത തീരുമാനങ്ങളിലേക്ക് അവർ നീങ്ങുകയാണോ എന്ന് നമുക്ക് കണ്ടറിയണം. ഗോകുൽ, തീർച്ചയായും ജിഷ്ണു പറഞ്ഞതാണ്. എന്തായാലും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഉച്ചകോടി നിർണായകമാണ്. അമേരിക്കയുടെ സൈനിക താവളമുള്ള ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് അറിഞ്ഞില്ല എന്ന ട്രംപിന്റെ ഭാഷ്യം, അല്ലെങ്കിൽ ട്രംപിന്റെ വാദത്തെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാനാവില്ല എന്നതാണ് അറബ് രാജ്യങ്ങളുടെ ആകെ പ്രതികരണം. അപ്പോൾ ഇനിയൊരു പുതിയ ശാക്തികചേരിയുടെ ലോകക്രമത്തിൽ ഒരു പുതിയ ശാക്തികചേരിയുടെ ഉദയത്തിനാകുമോ ഇനി ഈ ഉച്ചകോടി വഴിവെക്കുക എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒപ്പം ഖത്തർ ഏത് തരത്തിൽ ഈ ആക്രമണത്തിന് ഇസ്രായേലിന് മറുപടി നൽകുമെന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. ജിഷ്ണു രവീന്ദ്രനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.